നമസ്കാരം സർ. പ്രിയങ്ക ഗാന്ധി എം പിക്കെതിരെ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ ശ്രദ്ധേയമാവുകയാണ്. പ്രിയങ്ക ഗാന്ധി വിപ്പ് ലംഘിച്ച് പാർലമെന്റിൽ എത്താതിരുന്നതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ലെന്ന് എഡിറ്റോറിയലിൽ പറയുന്നു. താങ്കളുടെ ഒരു നിലപാട്? ആ ചേട്ടന് അവരുടെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. ആ ചേട്ടന് അറിയത്തില്ലേ ഈ സമസ്തയുടെ ചേട്ടനെ? ഈ പ്രിയങ്ക ഗാന്ധിക്ക് വിപ്പൊന്നും കൊടുക്കാൻ കോൺഗ്രസിന് ഒക്കത്തില്ലെന്നുള്ള കാര്യം ആ ചേട്ടന് അറിയത്തില്ല. അവരുടെ സ്വന്തം പാർട്ടിയാ, അവരാ എല്ലാവർക്കും വിപ്പ് കൊടുക്കുന്നത്. അവർക്ക് വിപ്പ് കൊടുക്കാനൊന്നും പറ്റത്തില്ല ചേട്ടാ. പിന്നെ നിങ്ങളുടെ ഒരു ആശങ്ക പറഞ്ഞു നിങ്ങൾ ജയിപ്പിച്ചു വിട്ടു, നിങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുമെന്ന് കണ്ടുകൊണ്ട് പറഞ്ഞതാ. അവര് വേറൊരു ആവശ്യമായിട്ട് വിദേശത്ത് പോയതാണ്. ആവശ്യം കഴിഞ്ഞൊക്കെ പാർലമെന്റിൽ നിന്ന് സംസാരിക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഭാഗമായിട്ട് പ്രതിപക്ഷ പാർട്ടികളിൽ ഏറ്റവും മുമ്പിൽ നിന്ന് നയിച്ചില്ലയോ, അതിൽ കൂടുതൽ എന്താ വേണം? അപ്പൊ വോട്ട് ചെയ്യാനൊന്നും വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ നിർബന്ധം പിടിക്കുകയും ചെയ്യരുത്. പ്രിയങ്ക ഗാന്ധി എടുത്ത് എന്നാണ് എന്റെ ഒരു ഭാഷയിൽ ഞാനങ്ങ് പറഞ്ഞത്. ഏതായാലും സമസ്ത വളരെ വലിയൊരു തിട്ടൂരമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇന്ന് കോൺഗ്രസിന് കത്ത് പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും രാഷ്ട്രീയം അങ്ങനെ അങ്ങ് അംഗീകരിച്ച് പോകാൻ പറ്റുന്ന ഒരവസ്ഥയില്ല എന്നാണ് സമസ്ത പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പാർലമെന്റിൽ വന്നപ്പോൾ സമസ്തയ്ക്ക് അത് പറയാം. സമസ്ത മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ ഒരു മതസംഘടനയുടെ ഭാഗമായിട്ട് മുസ്ലിങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്, അത് അവരുടെ ഒരു മതത്തിന്റെ ഒരു വിഷയം അല്ലെങ്കിൽ അവര് വലിയ വലിപ്പത്തിൽ ഇപ്പം ആൾക്കാരെ എടുത്ത് കാണിക്കുകയാണല്ലോ, ഞങ്ങളുടെ സ്വത്ത് പിടിച്ചു പറിക്കാൻ പോകുന്ന ഒരു നിയമമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ശരീഅത്ത് നിയമത്തിനകത്ത് കടന്നുകയറ്റം ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ മത നിയമത്തിനകത്ത് കടന്നുകയറ്റം ഉണ്ടാക്കുന്നതിനും ഞങ്ങളുടെ മത നിയമവും ഞങ്ങളുടെ മതത്തെയും ഒക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി BJP ശ്രമിക്കുകയാണ്. അതിന് നിയമത്തിന്റെ രൂപത്തിൽ പല തിട്ടൂരങ്ങളും കൊണ്ടുവരികയാണ്. അപ്പം ആ തിട്ടൂരം കൊണ്ടുവരുന്ന സമയത്ത് അതിന് എതിർപ്പ് പ്രകടിപ്പിക്കാൻ പലരും ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഞങ്ങളുടെ സഹായം ഏറ്റവും കൂടുതൽ മേടിച്ചിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും ഒക്കെ ഒരു ഉഴപ്പൻ സമീപനത്തിൽ പോയതായിട്ട് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് അങ്ങനെ പോകണ്ട. അതാണ് ഇന്ന് സമസ്ത പറഞ്ഞിരിക്കുന്നത്. ഞാൻ പലവട്ടം പല ടോക്കിലും പറഞ്ഞിട്ടില്ലേ, അവരുടെ കാര്യത്തിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല. അത് അവരുടെ മതത്തിന്റെ കാര്യത്തിനകത്തായാലും വസ്തുവിന്റെ കാര്യത്തിനകത്തായാലും വോട്ടിന്റെ കാര്യത്തിനകത്തായാലും ഏതിനകത്തും ഒരു കാര്യമില്ല. അത് അവരങ്ങ് പറയും. അത് സാധിച്ചിട്ടില്ലെങ്കിൽ അവരത് സാധിക്കുന്നിടം വരെ പറയും. എന്നിട്ട് പിന്നെ ഒരു മതേതരത്വം കൂടെ പറയും. ഇപ്പൊ ഇന്നലെ പറ്റിയെന്ന് പറഞ്ഞാൽ അവര് വിദേശത്തൊരു ടൂറിന് പോയത്. അവർക്ക് ഈ പാർലമെന്റും രാജ്യസഭയും ലോകസഭയും ഒന്നും ഒരു കാര്യമില്ല. ഇതിനകത്തൊന്നും വല്ല അടിച്ചു മാറ്റാനും അല്ലെങ്കിൽ അതിന്റെ നേതൃത്വത്തിൽ വരാനും വേണ്ടിയൊക്കെയുള്ള രീതിയേ ഉള്ളൂ. അല്ലാതെ ഇന്ത്യ മഹാരാജ്യത്തോടും അല്ലെങ്കിൽ ഇതിനെ വലിയ വലിപ്പത്തിലൊന്നും കാണുന്നവരല്ല. ഇപ്പൊ ഇന്ത്യയിൽ എങ്ങും ജയിക്കാൻ പറ്റാത്തപ്പോ ഏറ്റവും അവസാനം ജയിക്കാൻ പറ്റുന്ന ഒരിടം കണ്ടെത്തിയത് ഈ പച്ച വെളിച്ചം ഉള്ളിടത്താണ്. ഈ പച്ച സ്വിച്ച് ഇട്ടിടത്ത് വന്നു ജയിച്ചു. അതിനുശേഷം അവരവിടെ പോയിരിക്കുന്നു. അവർക്ക് നാളെ കാലത്ത് ഏതെങ്കിലും ഒരു അവസരത്തിൽ ചേട്ടനെ മാറ്റി നിർത്തിയിട്ട് ഒരു ഓപ്ഷൻ വരുമ്പോൾ അനിയത്തി വന്നോട്ടെ എന്നുള്ള രീതിയിൽ അമ്മച്ചി പറഞ്ഞു മോള് മത്സരിക്ക്, അവനെ ഇപ്പം നാട്ടുകാർക്കാർക്കും കണ്ടുകൂടെ, ഇവൻ ഒന്നാമതേ നമ്മൾ നേരത്തെ വീട്ടിൽ പറയുന്ന പോലെ കൊള്ളില്ലാത്തവന്, അവിടെയും ചെന്ന് ഈ കൊള്ളുകായ്മയൊക്കെ കാണിക്കും, ഇവരൊക്കെ കാണിക്കും, ആൾക്കാരെല്ലാം വെറുത്തു തുടങ്ങിയിട്ടുണ്ട്. അവനെ മാറ്റി നിർത്തണമെന്ന് പറയുമ്പോൾ എനിക്കൊന്നാമതേ പ്രായമായി, എനിക്ക് എണീക്കാൻ വയ്യാത്തൊരവസ്ഥയെ, മാത്രമല്ല എനിക്ക് 2 പാസ്പോർട്ടും ഒക്കെ ഉണ്ട്. അപ്പം നീ നിന്നില്ലെങ്കിൽ വേറെ ആരുടെയും കയ്യിലായിപ്പോ, അപ്പൊ നീ ഒന്ന് ഒരുങ്ങി നിന്നോന്ന് പറഞ്ഞിട്ട് ഇവര് മത്സരിച്ച് അവിടെ കൊണ്ട് ചെന്നിരിക്കുക. കാരണം നാളെ കാലത്ത് ഏതെങ്കിലും ഒരു സാധ്യത വന്നാൽ, ഏതെങ്കിലും ഒരു സാധ്യത വരുമ്പോൾ ഇതുപോലൊരു വിവരക്കേടുള്ള ആളിനെ വെക്കാൻ പറ്റത്തില്ല, രാഹുൽ ഗാന്ധിയെ വെക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഒരു ഓപ്ഷൻ രണ്ടാമത് കോൺഗ്രസിന് കിട്ടുന്നത് യാതൊരു കാരണവശാലും വേറെ ഒരു കോൺഗ്രസ് നേതാവ് ആകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മോള് മത്സരിച്ച് ജയിക്കണം. നമുക്കിപ്പം വടക്കേന്ത്യയിലെങ്കിൽ നിന്നാ വോട്ട് കിട്ടത്തില്ല. നമ്മുടെ യഥാർത്ഥ കാര്യങ്ങൾ ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി. അതുകൊണ്ട് മോള് പോയിട്ട് അവിടെ ഇപ്പം പോയി മത്സരിച്ച് ജയിച്ചിട്ട് വരാൻ പറഞ്ഞു. കാരണം അവിടെ നിന്ന് മത്സരിച്ച് ഇലക്ഷൻ 6-7 ഘട്ടമായിട്ടാണ് പറഞ്ഞത്. ആദ്യമേ മത്സരിച്ചു, അവിടെ നിന്ന് നമ്മുടെ പപ്പു അങ്ങ് ജയിച്ചു. പപ്പുവിടെ നിന്ന് ജയിച്ചു കഴിഞ്ഞപ്പോൾ പപ്പു അത് രാജിവെക്കാതെ അവിടെ നിന്നിട്ട് മറ്റിടത്തൂടെ മത്സരിച്ചിട്ട് അവിടുന്ന് എങ്ങനെയോ എന്റെ ഭഗവാനെ കള്ളത്തരം എല്ലാം കൂടെ പറഞ്ഞ് നാശം ഉണ്ടാക്കി ആൾക്കാർ തെറ്റിദ്ധരിച്ച് 1 ലക്ഷം രൂപ വെച്ച് മാസം കൊടുക്കാമെന്ന് പറയുമോ. ഇതിപ്പോ ഈ സോണിയാഗാന്ധി അവിടെ ചെന്ന് ഈ ചെറുക്കനെ നിർത്തിയിട്ട് രാഹുൽ ഗാന്ധി നിർത്തി നെഞ്ചത്തടിച്ച് കരയുകയൊക്കെ ചെയ്ത് എന്റെ മോനെ ജയിപ്പിക്കണേ. എങ്ങനെയാ അവിടെ ജയിച്ചു, എന്തായാലും എങ്ങനെയാണെന്ന് അറിയത്തില്ല. ജയിച്ചു വന്നപ്പോ ഉടനെ അപ്പുറത്ത് പ്രിയങ്ക ഗാന്ധി വേറെ എവിടെ നിർത്തിയാ പ്രിയങ്ക ഗാന്ധി ജയിക്കൂ? അവിടെ കൊണ്ടുവന്നതാ. ഇപ്പൊ സമസ്ത ഇപ്പൊ നോക്കിയപ്പോ പ്രിയങ്ക ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പ്രിയങ്ക ലണ്ടനിലാണോ ഗുജറാത്തിലോ അല്ലോ ഏറെ ഏതാണ്ട് സിംഗപ്പൂരിലാണ്. അവർക്ക് അവിടെ എല്ലാം വസ്തുവും കാര്യങ്ങളും സംവിധാനവും എല്ലാം ഉണ്ട്. ഇന്ത്യ വെച്ച കാശ് ഈ കഴിഞ്ഞ 10 കൊല്ലം വളരെ കൃത്യമായിട്ട് മൻമോഹൻ സിംഗിനെ കൊണ്ട് വിപ്പിച്ചു. അതിന്റെ പൈസ എല്ലാം കൂടെ മേടിച്ച് മോളൊക്കെ അവിടെ ഇവിടെ എല്ലാം ഇന്ത്യക്ക് വെളിയിലുണ്ട്, അകത്തുണ്ട്, വെളിയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അവിടെ കണ്ട് പോയതാ.
തൂത്തുടച്ചിടണ്ടേ ഫ്ലാറ്റുകളും മറ്റൊരു മറിച്ചതും ഒക്കെ, അല്ലെങ്കിൽ ചെന്ന് നോക്കണ്ടേ വല്ലപ്പോഴും അതിനെങ്ങാണ്ട് പോയത്. അന്നേരം ഇവിടെ വഖഫ് നിയമ ഭേദഗതി. അപ്പൊ അവസ്ഥ നോക്കിയപ്പോൾ നടക്കത്തില്ല, ഞങ്ങളാ ജയിപ്പിച്ചു വിട്ട് ഈ കാര്യങ്ങൾ നടക്കത്തില്ലെന്നൊക്കെ ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞു വന്നത് യാതൊരു കോംപ്രമൈസും ഇല്ല, മുസ്ലിങ്ങൾക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല. ഇപ്പം ഈ കാണാൻ പോകുന്നതുകൊണ്ട് അവര് അഡ്ജസ്റ്റ് ചെയ്യത്തേ ഇല്ല. അവര് പറയുന്നതിന്റെ കൂടെ നിൽക്കാത്ത ഒരവസ്ഥ വന്നാൽ അവര് നിർത്തത്തില്ല. അത് പ്രിയങ്ക ഗാന്ധി അല്ല, രാഹുൽ ഗാന്ധി അല്ല, സോണിയാഗാന്ധി അല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല, ആരായാലും. ഇപ്പൊ കേരളത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു കോൺഗ്രസ്, ആ കോൺഗ്രസിനകത്ത് 30% വോട്ട് അവരുടേതായതുകൊണ്ട് ഒരു പക്ഷേ അവർക്ക് കൃത്യമായിട്ട് ഒരു 10ഓ 20ഓ MLA-മാരെ ജയിപ്പിക്കാൻ, അല്ലെങ്കിൽ സ്ഥിരം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് പോലെ ഉള്ളപ്പോൾ അവർക്കടെ അടുത്ത് മറിച്ച് സംസാരിക്കാൻ പ്രാപ്തിയില്ലാത്ത കോൺഗ്രസ്, അതിന് ധൈര്യമില്ലാത്ത കോൺഗ്രസ്, അവര് പറയുന്നതിനകത്തുനിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിച്ചാൽ, അങ്ങനെ ചലിക്കണ്ട, ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുന്നതിന് സമമായിട്ടുള്ള ഒരു പറച്ചിലാണ്. അത് പരസ്യമായിട്ട് ഇപ്പൊ നാട്ടുകാരെ കേക്കെ പറഞ്ഞിരിക്കുകയാണ് ഈ സമസ്തയുടെ മുഖപത്രത്തിലൂടെ. ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതിനകത്ത് തങ്ങളെ കാണേണ്ടി വരുന്നത്. ഏറ്റവും അവസാനം ഓരോരുത്തരും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ AICC-ലോ KPCC-ക്കോ അപ്പുറം തങ്ങളുടെ അടുത്ത് പോയി തങ്ങളുടെ താല്പര്യങ്ങൾ കൂടി ഈ പറയുന്ന ഓരോ കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് അവര് പറയുന്നത്, അവരുടെ താല്പര്യങ്ങൾ അത് ഏതറ്റം വരെയും സംരക്ഷിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. അവര് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തിട്ടൂരങ്ങൾ പാസ്സാക്കുന്നതിന് വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് ഇന്നലെ മുസ്ലിം ലീഗ് പറഞ്ഞില്ലെങ്കിൽ പോലും, അതിർത്തി ഉണ്ടെങ്കിൽ പോലും അത് വേറെ തിട്ടൂരത്തിൽ കൂടി അല്ലെ സമസ്തയിൽ കൂടി മുഖപത്രത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളുടെ നിലനിൽപ്പ് ഞങ്ങളാണ്. അത് ഇന്ത്യയിൽ മൊത്തവും ഇപ്പം കേരളത്തിൽ ആണ് മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, ഞങ്ങളുടെ ഒരു വിഷയം വരുമ്പോൾ അതിന് ജനാധിപത്യ സ്വഭാവമൊന്നുമില്ല, ഞങ്ങളുടെ വിഷയമാണ്. ആ വിഷയത്തിന്റെ കൂടെ നിന്നാലേ സഹായിക്കാൻ പറ്റത്തുള്ളൂ. ഇന്നലെ ഹൈബി സംസാരിച്ചില്ലെന്ന് പറഞ്ഞിട്ട് വിഷയമായി. ഹൈബി ഇന്നലെ വിമർശിച്ചിട്ടുണ്ട്. ഹൈബി ഇന്നലെ സംസാരിച്ചില്ല. ഹൈബി സംസാരിക്കുന്നത് പറഞ്ഞാൽ ഇതൊരു പ്രത്യേക വിഷയമാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ന്യായമില്ല എന്നുള്ള കാര്യം അയാൾക്കറിയാം. പിന്നെ കോൺഗ്രസിന്റെ കൂടെ അയാൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അയാൾ മാത്രമല്ല, അയാൾ ഈ എത്ര മുസ്ലിമാണെന്ന് പറയുമ്പോഴേ ഇപ്പൊ ജനങ്ങൾക്കിടയിലെല്ലാം ഒരു അംഗീകാരമുള്ളതാണ്. എല്ലാ ജാതിക്കാർക്കും കൊള്ളാവുന്ന ഒരു നേതാവ്, അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള നേതാവ്. ഹൈബീഡനല്ല, നമ്മുടെ സോറി, ഈ പാലക്കാട്ട് നിന്ന് ജയിച്ച, അല്ലെങ്കിൽ പാലക്കാട്ട് നിന്ന് മാറിയ ഒരു MLA ഉണ്ടല്ലോ ഇപ്പം ജയിച്ചിരിക്കുന്ന മുസ്ലിം MLA, നമ്മുടെ ഷാഫി പറമ്പ് ഈ കോൺഗ്രസിനകത്തെ ഒരു അംഗീകാരമുള്ള നേതാവ്. ഈ മുസ്ലിങ്ങളുടെ ഉള്ള ഒരു പരിവേഷമൊന്നുമില്ല. അപ്പൊ അദ്ദേഹം എന്നാൽ ഷാഫി സംസാരിച്ചില്ല. ഷാഫി എന്താ സംസാരിക്കാൻ? ഷാഫിക്ക് എന്താ സംസാരിച്ചാൽ ഒക്കത്തില്ല. അപ്പം ഇവർക്ക് വേണ്ടി സംസാരിച്ചോണം. അത് വേറെ അതിനകത്ത് ജനാധിപത്യവും അല്ലെങ്കിൽ ജാതി മതവും ഒന്നുമില്ല. ഞങ്ങളുടെ മതത്തിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു കഴിയുമ്പോൾ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ്. ഞങ്ങളുടെ മതത്തിന്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഭരണഘടന അനുശാസിക്കുന്ന ആനുകൂല്യം വേർക്കാർക്ക് കൊടുക്കാതെ ഞങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഭാഗമായി കഴിയുമ്പോൾ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ്. അല്ലാതെ ഒരു മതേതര ജനാധിപത്യ രാജ്യവും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവത്തുമില്ല. അതുകൊണ്ട് ഉണ്ടാവുകത്തില്ല എന്നുള്ള കാര്യം ഈ മതേതര ജനാധിപത്യം എന്നൊക്കെ പറയുന്ന മുസ്ലിങ്ങൾക്ക്, ഈ സാധാരണ പാവം പിടുത്തുന്ന പ്ലസ്ഡ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന UP ഉൾപ്പെടെ ബീഹാറിൽ ഉൾപ്പെടെ ഉള്ളവന്റെ വസ്തു പോലും പിടിച്ചു പറിച്ച് നിർത്തുകയും അല്ലെങ്കിൽ കൊള്ള നടത്തുകയും ജാതിയുടെ പേരിൽ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടി ഈ ബില്ല് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ബില്ലിന്റെ പുറകിൽ എത്ര പ്രക്ഷോഭം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ പോലും UP ബീഹാർ ഉൾപ്പെടെയുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന മുസ്ലിങ്ങൾ ഇവരുടെ കൂടെ കാണും. അവർക്ക് എന്തിനു നിൽക്കുന്നവന്റെ കൂടെ? എടാ, ഞങ്ങളുടെ സ്വത്ത് വഖഫിന്റെ പേരിൽ നീ പിടിച്ചു പറിക്കാൻ നിൽക്കുവോ? 10,000 കേസുണ്ട്. അപ്പൊ പിന്നെ ആ സ്വത്ത് ഈ പറയുന്ന നിയമം വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുക. പിന്നെ ഇയാളെ ഞാൻ സമരത്തിന് വരണമെന്ന് പറഞ്ഞാൽ ഏത് സമരത്തിനാ വരണ്ടേ? അതാ ഇപ്പൊ വേറൊരു പ്രശ്നം. ഈ വഖഫിനെതിരെ ആൾക്കാരെ ഒരുക്കുന്നതിനകത്ത് മുസ്ലിം സംഘടനകൾക്ക് അബദ്ധം പറ്റുന്നു. അവരുടെ താല്പര്യത്തിനനുസരിച്ച് വഖഫ് ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിന് വേണ്ടി അതിന് നടക്കത്തില്ലല്ലോ. ഇപ്പം ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. വഖഫ് ഭൂമി ഇപ്പൊ ഞാൻ കൊടുക്കുവാന്ന് വെച്ചാൽ, ഞാൻ മുസ്ലിമാണ്, ഞാൻ കൊടുത്തു കഴിയുമ്പോൾ എന്തിനാണെന്നറിയാം? ഈ അള്ളാഹുവിന്റെ അല്ലെങ്കിൽ മതത്തിന്റെ കാര്യത്തിന് വേണ്ടിയും അല്ലെങ്കിൽ പാവത്തുങ്ങളുടെ മതത്തിനകത്ത് ഇരിക്കുന്നവരുടെ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിഞ്ഞ് വേറെ രീതിയിൽ പണിഞ്ഞ് വാടക മേടിച്ചുകൊണ്ടിരിക്കുക. ആ ഭൂമി തിരിച്ചെടുക്കാൻ പറ്റത്തില്ല.
നമ്മൾ കൊടുത്തുപോയി തോന്നിവാസം കാണിക്കുക. അള്ളാഹുവിന്റെ കാര്യത്തിലോ ദൈവത്തിന്റെ നാമത്തിലോ ഒന്നും ഇത് ഉപയോഗിക്കുന്നില്ല. ആ ഭൂമി തിരിച്ചെടുക്കാൻ പറ്റത്തില്ല ഇതുവരെയുള്ള നിയമം അനുസരിച്ച്. അല്ലെങ്കിൽ ഇപ്പൊ ഇനിയും ഒരു ഇപ്പം നീതു വഖഫിന് ഒരു മുസ്ലിമാണ്, നീ വഖഫിന് ഒരു 10 ഏക്കർ സ്ഥലം കൊടുക്കും. നാളെ കാലത്ത് നീതുവിന്റെ കുഞ്ഞുങ്ങള് വിചാരിക്കുക ഇത് വേണ്ട, ഇപ്പൊ കൊടുക്കണ്ടെങ്കിൽ താല്പര്യമില്ല, തിരിച്ചു വേണം. അങ്ങനെ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് തിരിച്ചു കിട്ടത്തില്ല. അപ്പൊ ഇതിനൊക്കെ ഒരു തീരുമാനം ആവുക ഇനി. അപ്പം ഏത് രീതിയിലായാലും ഈ ഓവൈസി വലിയ ന്യായമൊക്കെ പറയുന്നത്, ഓവൈസിയുടെ 2000 ഏക്കർ ഭൂമി അങ്ങാണ്ട് ഇരിപ്പുണ്ട്, അവന്റെ കയ്യിലിരിക്കുക വഖഫിന്റെ എന്ന് പറഞ്ഞുള്ള ഭൂമി. അതിനകത്തുള്ള ആദായം മൊത്തം കൊടുക്കുക, കോടിക്കണക്കിന് രൂപ ആദായമുണ്ട്. അപ്പൊ ഇതൊരു വലിയ കൊള്ളയാ. സാധാരണക്കാരന്റെ ആയിട്ടുള്ള മുസ്ലിങ്ങൾ ഏതാണ്ട് 40,000 കേസ് നിൽക്കുമ്പോൾ അതിനകത്ത് 10,000 കേസ് ഇവിടെ സാധാരണക്കാരൻ മുസ്ലിമിന്റെ വസ്തു പിടിച്ചു പറിക്കുന്ന കേസാ. അപ്പം ഇത് ഈ മുസ്ലിങ്ങളെ മൊത്തത്തിൽ അതുപോലെ സംഘടിപ്പിക്കാൻ പറ്റത്തില്ല ഒരു കള്ളത്തരത്തിന്റെ പേരിൽ. അതായത് ഈ മറ്റേ നിയമത്തിന്റെ പേരിലൊക്കെ പറ്റുമായിരുന്നു. നിങ്ങളെ കൊണ്ട് കടലിൽ കളയാൻ പോവാന്ന് പറഞ്ഞാൽ അത് രക്തവരുത്തി വരുന്നിടം മുമ്പ് നേരത്തെ ഞാൻ പറയത്തില്ലേ, ഹിറ്റ്ലർ പണ്ട് പറഞ്ഞത് ഒരു കള്ള ആഴത്തിൽ നല്ല വൃത്തിയായിട്ട് പറഞ്ഞാൽ അത് തെളിയിച്ച് വരുന്നിടം വരെ, അല്ലെങ്കിൽ അത് ശരിയല്ലെന്ന് തെളിയിച്ച് വരുന്നതിന് കൂടുതൽ സമയം എടുക്കും, അപ്പോഴത്തേക്ക് നമുക്ക് കാര്യങ്ങൾ നടത്തിപ്പോവാന്ന് പറഞ്ഞൊരു രീതിയാണ്. പക്ഷെ ഇതിനകത്ത് അങ്ങനല്ല, അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതാണ് ഞാൻ ഇപ്പൊ പറയാൻ വന്നത്. പച്ച വെളിച്ച ഓഫ് ചെയ്തു. ഇനി അത് ഇടണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പറയുന്ന പോലെ കാര്യങ്ങൾ കേൾക്കണം എന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ അടുത്ത് പറഞ്ഞത്. പ്രിയങ്ക ഗാന്ധിയുടെ വിളച്ചിലൊന്നും മുസ്ലിങ്ങളുടെ അടുത്ത് വേണ്ട, മുസ്ലിം ലീഗിന്റെ അടുത്ത് വേണ്ട, സമസ്തയുടെ അടുത്ത് വേണ്ട. ഞങ്ങളുടെ ആനുകൂല്യം ഞങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന അനുസരിച്ച് നിൽക്കാനാണ് ഇന്നലെ സമസ്തയുടെ മുഖപത്രത്തിൽ കൂടി നാട്ടുകാരെയും കൂടെ കേൾപ്പിച്ചുള്ള പ്രസ്താവന ഇറക്കിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യെസ്, കറക്റ്റ് ആണ്. അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു വിധത്തിലും പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചയിൽ കോൺഗ്രസിന് BJPക്കെതിരെ ഏറ്റവും വലിയ ആയുധമാക്കാമായിരുന്ന ഒരു സംഭവം, ഒരു ബില്ല് ലോക്സഭയിൽ നടക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരാൾ അവിടെ ഇല്ല, രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ അവിടെ ഇല്ല എന്നത് സമസ്തയെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.